ഹലോ ഗൈസ്, നമുക്ക് സർവീസിങ് കിട്ടിയേക്കുന്ന ഐഫോൺ 7 Plus ആണ്. ഇത് കോമൺ ആയിട്ട് വരുന്ന കംപ്ലൈൻ്റ് ആണ്. അതായത് ഐഫോൺ 7 Plus ഒക്കെ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത്, അതേപോലെ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് മൈക്ക് സ്പീക്കറൊക്കെ ചില സമയത്ത് വർക്ക് ചെയ്യാത്ത കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. സോ ഇത് ഓഡിയോ IC കംപ്ലൈൻ്റ് ആണ്. സോ അത് കംപ്ലൈൻറ്റ് എങ്ങനെയാണുള്ളത് വെരിഫൈ ചെയ്യുന്നത് ഫസ്റ്റ് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ റെക്കോർഡിംഗ് ഓപ്ഷൻ പോവുക. ജസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇത് റെക്കോർഡ് ആവില്ല. ജസ്റ്റ് എന്താണ് ഇവിടെ ഒരു ബ്ലിങ്കിങ് മാത്രം വരും. ഈ ഒരു ബട്ടൺ അവിടെ പ്രസ് ആവുന്നത് വരും, പക്ഷേ എന്താണ് നമുക്കത് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവില്ല. അതേപോലെ ഇത് വേറെ മെത്തേഡിലും ഫൈൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ് സിം ഇട്ടിട്ട് കോൾ ചെയ്യുക. കോൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഡയൽ പാഡിൽ നമുക്ക് ലൗഡ് സ്പീക്കറിലേക്കും നോർമൽ സ്പീക്കറിലേക്കും മാറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ആ ഒരു ഓപ്ഷന് ബ്ലാങ്ക് ആയിട്ടായിരിക്കുക. നമ്മൾ ടച്ച് ചെയ്താലും ഒന്നും വർക്ക് ആവില്ല. അവിടെ ഡയറക്റ്റായിട്ട് ബ്ലാങ്ക് ആയിരിക്കും. സോ ഇങ്ങനത്തെ കണ്ടീഷനിൽ നമുക്കത് ഓഡിയോ IC ഐഫോൺ 7 Plus സീരീസിൽ നമുക്ക് ഓഡിയോ IC കംപ്ലൈൻറ്റ് ആണെന്ന് നമുക്കത് വെരിഫൈ ചെയ്യാൻ പറ്റും. സോ മദർ ബോർഡ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് ഓഡിയോ IC വരുന്നത്. അതിൻ്റെ മുകളിൽ ഇതേപോലെ ജസ്റ്റ് ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്. ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഓഡിയോ IC ആക്സസ് ചെയ്യാൻ പറ്റും. ബാക്കി ഷീൽഡോ കാര്യങ്ങളോ ഒന്നും റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഓഡിയോ IC നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഹീറ്റിംഗ് ടെമ്പറേച്ചർ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഓഡിയോ ICൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് ബേസ് ബാൻഡ് IC ആണ്, ബേസ് ബാൻഡ് CPU. അതേപോലെ തൊട്ടടുത്ത് നാൻഡ് വരുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത സൈഡിൽ പവർ IC വരുന്നുണ്ട്. സോ നല്ല രീതിയിൽ തന്നെ എന്താണ് അത്യാവശ്യം നല്ല കനത്ത് തന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ ഹീറ്റിംഗ് ടാപ്പ് വെക്കാം. കാരണം തൊട്ടടുത്ത് നാൻഡും ആണ്, അതേപോലെ അടുത്ത് CPU ഉണ്ട്. ഓപ്പോസിറ്റ് ആയിട്ട് CPU ഉണ്ട്, ബേസ് ബാൻഡ് CPU ഉണ്ട്, അതേപോലെ തൊട്ടടുത്ത് പവർ IC ഉണ്ട്. സോ ഒരു മെത്തേഡിലും നമുക്കെന്താണ് ഹീറ്റിംഗ് ടെമ്പറേച്ചർ അധികമായാൽ ഡയറക്റ്റായിട്ട് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ സിം ഡിറ്റക്റ്റ് ആവില്ല, അല്ലെങ്കിൽ ഫോൺ ഡയറക്റ്റായിട്ട് ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട്. സോ നല്ല അതായത് ഹീറ്റിംഗ് ടെമ്പറേച്ചർ എന്നാൽ 360 ഹീറ്റും 60 എയറും ഇത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ IC റിമൂവ് ചെയ്യാം. IC റിമൂവ് ചെയ്യേണ്ടത് നമ്മൾ ഇതിൽ ഫ്ലെക്സ് ആഡ് ചെയ്യുന്നുണ്ട്, ഒന്നും കൂടി ബെറ്ററായി സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിൽ IC റിമൂവ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്ലിപ്പ് ചെയ്തെടുക്കുന്ന മെത്തേഡാണ്. നമ്മൾ ഈ തോണ്ടി എടുക്കുക എന്ന് പറയും. ഈ ജസ്റ്റ് സൈഡിൽ കാണിച്ചാൽ ഇതേപോലെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു മെത്തേഡിനെ കുറിച്ചിട്ട് ഓൾറെഡി വീഡിയോ അതായത് റീലും കാര്യങ്ങളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. സോ ഡയറക്റ്റായിട്ട് മുകളിൽ നിന്ന് തന്നെ നമ്മൾ ഹീറ്റ് അടിക്കുക. ഒരു മിനിറ്റെങ്കിലും നമ്മൾ ഹീറ്റ് അടിക്കേണ്ടി വരും. കാരണം തൊട്ടടുത്ത് നമ്മൾ എന്താണ് നല്ല രീതിയിൽ ഹീറ്റിംഗ് ടാപ്പ് വെച്ചിട്ടുണ്ട്. സോ ICയിലേക്ക് ഹീറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. സോ കുറച്ച് നേരം ഹീറ്റ് അടിച്ച് കൊടുത്താൽ നമുക്കത് ഡാമേജസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് IC റിമൂവ് ചെയ്യാൻ പറ്റും. IC റിമൂവ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് പ്രഷർ കൊടുക്കരുത്. ഓവറായിട്ട് പ്രഷർ കൊടുത്താൽ ICയുടെ പ്രിൻ്റ് അടക്കം മിസ്സായിട്ട് കിട്ടും. ഇതിൽ ഓഡിയോ IC കംപ്ലൈൻറ്റ് വരാൻ കാരണം ഇതിൽ നിന്ന് ഡയറക്റ്റായിട്ട് CPU നിന്ന് ഓഡിയോ ICയിലേക്ക് ഒരു ക്ലോക്ക് സിഗ്നൽ വരുന്നുണ്ട്. സോ ഈ ക്ലോക്ക് സിഗ്നലിൻ്റെ കണക്ഷന് നമ്മുടെ ഈ മദർ ബോർഡിലെ പ്രിൻ്റ് ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത്. സോ അത് കറക്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. ഏതാണ് കണക്ഷന് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കാണിച്ചു തരാം. സോ ഈ ഒരു കണക്ഷൻ നമുക്ക് ഇപ്പോൾ ബ്രേക്ക് ആയത് നമുക്ക് കാണാൻ പറ്റില്ല. സോ നമ്മളത് അയണും കാര്യമൊക്കെ വെച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ ലാസ്റ്റ് വിക്കിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്കത് കാണാൻ പറ്റും. അതായത് കണക്ഷൻ ബ്രേക്കായി പോകുന്നത്. ഇനി അഥവാ നിങ്ങൾ വിക്കിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്തും ഈ ഒരു കണക്ഷൻ ബ്രേക്കായി പോന്നിട്ടില്ല എന്നാണെങ്കിൽ പോലും നമ്മളവിടെ എന്താണ് ഈ ഒരു കണക്ഷൻ നമ്മളവിടെ ജമ്പ് ചെയ്ത് കൊടുക്കണം. ഇതിന് തൊട്ടടുത്തുള്ള കണക്ഷൻ ജമ്പ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ആ ഒരു കണക്ഷൻ പ്രോപ്പറായിട്ട് ഇരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഈ ഒരു കണക്ഷൻ മാത്രം ജമ്പ് ചെയ്ത് കൊടുത്താൽ മതി.
നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും വിക്കറ്റ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രിൻ്റ് അവിടെ മിസ്സായി. അതായത് മുകളിൽ മൂന്നാമത്തെ പ്രിൻ്റ്, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് മൂന്നാമത്തെ പ്രിൻ്റ് അവിടെ മിസ്സായിട്ടുണ്ട്. സോ ഈ ഒരു പ്രിൻ്റാണ് നമുക്കിതിൽ പ്രശ്നമായിട്ട് വരുന്നത്. ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മൂന്നാമത്തെ പ്രിൻ്റ്. സോ ഇത് ബിറ്റ് മാപ്പിൽ കറക്റ്റ് കാണിച്ചു തരാം എവിടെ നിന്നാണ് കണക്ഷൻ വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, കണക്ഷൻ്റെ പേര് എന്താണെന്നുള്ളതൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ഞാൻ ഇതിന് വേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്നത് ബോർണിയോ ആണ്. അതായത് ബോർണിയോയിൽ ബിറ്റ് മാപ്പ് ടൂളാണ്. സോ അതിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഓഡിയോ ഐ സി. ഇതിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ നമുക്ക് എന്താണ് മുകൾ ഭാഗത്തും ബിറ്റ് മാപ്പിൽ ഇത് താഴെ ഭാഗത്താണ്. അത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഈ രീതി തന്നെ കാണിക്കുന്നത്. സോ ഈ റൈറ്റ് സൈഡിൽ നിന്ന് മൂന്നാമത്തെ കണക്ഷനാണ് നമുക്ക് ആ മദർ ബോർഡിൽ മിസ്സായേക്കുന്നത്. സോ ഈ ഒരു കണക്ഷൻ കൂടെ കാണാൻ പറ്റും. ഡയറക്റ്റ് നേരെ തൊട്ടടുത്തൊരു റെസ്റ്റർ ഉണ്ട്. സോ റെസ്റ്റർ നിന്നാണ് ഈ ഡയറക്റ്റ് കണക്ഷൻ ഇതിലേക്ക് വരുന്നത്. സോ റെസ്റ്ററിൻ്റെ മറ്റേ ഭാഗത്ത് നിന്ന് കണക്ഷൻ ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് CP-യിലേക്കാണ്. ഈ ഒരു കണക്ഷനെ കൂടെ വായിച്ചാൽ കാണാൻ പറ്റും. അതായത് I2S AP2 കൊടക്ക് MC ക്ലോക്ക്. അതായത് I2S പറഞ്ഞാൽ പ്രോട്ടോക്കോളാണ്, നമ്മുടെ ഈ ഓഡിയോയിലൊക്കെ മെയിനായിട്ട് വരുന്ന പ്രോട്ടോക്കോളാണ് I2S. അതുപോലെ AP എന്ന് പറഞ്ഞാൽ നമ്മുടെ CPU. അതേപോലെ 2 എന്ന് പറഞ്ഞാൽ വരുന്നത് കൊടക്ക് എന്ന് പറഞ്ഞാൽ ഓഡിയോ ഐ സിക്കാണ് നമ്മൾ കൊടക്ക് എന്നുള്ള പേര് യൂസ് ചെയ്യുന്നത്. MCLK എന്ന് പറഞ്ഞാൽ ക്ലോക്ക് സിഗ്നൽ. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യാം. ഓക്കെ. സോ ഈ ഒരു കണക്ഷൻ്റെ ബാക്കി പോകുന്നത് നമ്മുടെ CP-യിലേക്കാണ്. അത് CPU നിന്ന് വരുന്ന കണക്ഷനാണിത്. CPU നിന്ന് ഡയറക്റ്റ് നമ്മുടെ ഓഡിയോ ഐ സിയിലേക്കുള്ള ക്ലോക്ക് സിഗ്നൽ. ഇതാണ് ഇവിടെ മിസ്സായിരിക്കുന്നത്. സോ ഈ ഒരു കണക്ഷൻ ഇത് തൊട്ടടുത്തന്നെ റെസ്റ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് എന്താണ് അവിടെ സ്ക്രാച്ച് ചെയ്തിട്ട് ജമ്പർ ഇടാം. അല്ലാന്നാണെങ്കിൽ ആ ഡയറക്റ്റ് റെസ്റ്ററിൽ നമുക്ക് ഡയറക്റ്റ് ജമ്പർ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഈ ഒരു ജമ്പർ ഇടാൻ നമുക്ക് എന്താണ് മെയിനായിട്ട് നമ്മളിവിടെ ഫസ്റ്റ് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മാത്രം ജമ്പർ കണക്ഷൻ ചെയ്യാം.
ഇതുപോലെ സിംഗിൾ കണക്ഷനത്തൊക്കെ ടെമ്പറേച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ വിക്കിൻ്റെ ഈ ഒരു ജസ്റ്റ് ഒരു വയർ യൂസ് ചെയ്യുന്നത് ബെറ്ററാണ്. കാരണം വിക്കിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് പെട്ടെന്ന് ലെഡ് അബ്സോർബ് ചെയ്യും. കാരണം നമുക്ക് പെട്ടെന്ന് അവിടെ ലെഡ് പിടിക്കാനും ആ ഒരു കണക്ഷൻ പെട്ടെന്ന് അവിടെ മേക്ക് ചെയ്യാനും അത് ഫാസ്റ്റായിട്ട് ചെയ്യാൻ ഈ ഒരു വിക്കിൻ്റെ മെത്തേഡ് നമുക്ക് ബെറ്ററാണ്.
ഓഡിയോ ഐ സി നമുക്ക് ഗ്ലാസ് ഐ സി ആണ് വരുന്നത്. നമ്മുടെ നോർമൽ ഐ സിയിലല്ല, ഗ്ലാസ് ആണ് വരുന്നത്. സോ അതുകൊണ്ട് എന്താണ് നമ്മൾ അതിലേക്ക് ഓവറായിട്ട് അയൺ വെച്ച് നമ്മൾ സ്ക്രാച്ച് ചെയ്യരുത്, അത് സ്ക്രബ് ചെയ്യരുത്. നോർമൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ ഗ്ലാസ് ഐ സികൾ നമ്മളൊന്നും ഗ്ലാസ് ഐ സി അതുപോലെ അധികം ഐ സികളൊന്നും നമ്മളെന്താണ് വിക്കിടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ അയൺ വെച്ചിട്ട് എല്ലാ ബോളും ജസ്റ്റ് ഒന്നല്ല കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കറക്റ്റ് സെൻസറോ അല്ലെങ്കിൽ കോമൺ സെൻസറോ വെച്ചിട്ട് നമുക്ക് റീബിൾ ചെയ്യാൻ പറ്റും. ഈ ഒരു iPhone 7 അതേപോലെ 7 പ്ലസ് കോമൺ ആണ്, അതായത് സെയിം ആണ് ഐ സി വരുന്നത്, ഓഡിയോ ഐ സി സെയിം ആണ്. റീബോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 270 ഹീറ്റും ഒരു 30 എയർ യൂസ് ചെയ്താൽ മതി. ഇനി നിങ്ങൾ ഗ്ലാസ് മെത്തേഡാണ്, അത് ഗ്ലാസ് വെച്ചിട്ടുള്ള മെത്തേഡ് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് 340 ഹീറ്റും 40 എയറൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഐ സി പൊങ്ങി പോരെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല.
അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മദർ ബോർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ ODIC ഇപ്പോൾ വർക്കിംഗ് ആണ്. ഇത് വർക്കിംഗ് കണ്ടീഷൻ കാണിച്ചുതരാം. നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത അതേ മെത്തേഡിൽ തന്നെ വോയിസ് റെക്കോർഡ് എടുക്കുക. അതിൽ നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഡീറ്റെയിൽഡ് വീഡിയോ എന്തെങ്കിലും വേണമെന്നാണെങ്കിൽ അതിൻ്റെ ഒരു കമൻറ്റ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും.